ഞാൻ തിരിച്ചു വരിക. ഇനി എവിടെ എങ്ങോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ആകെ ഇനി ബാക്കിയുള്ളത് നീ നിൽക്കുന്നിടം മാത്രം. നടക്കില്ല. ലൂണ, നിനക്കെല്ലാം നന്നായി അറിയുന്നതല്ലേ, പിന്നെ എന്തിനാ നീ വാക്ക് കൊടുത്തത്? ഇപ്പൊ നിന്റെ എടുത്ത ചാട്ടം കൊണ്ട് എത്ര വലിയ ആപത്താണെന്നറിയോ നീ ക്ഷണിച്ചു വരുത്തിയത്? കേഡൻ, ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്കൊന്നും കേൾക്കണ്ട. കേഡൻ, പ്ലീസ്. കേഡൻ, വർഷം 24 കഴിഞ്ഞില്ലേ? നമ്മൾ അതിനെ ഒരു കൂട്ടിനുള്ളിൽ അടച്ചിട്ടുന്നോണം കൊണ്ടു നടക്കുന്നത്. അതിനില്ലേ കേഡൻ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ? നമുക്ക് വേണ്ടി ഒന്നും അത് പറയുന്നില്ലാന്നേ ഉള്ളൂ. ലൂണ, ഞാൻ ഒന്നും അറിയാതെയല്ല. പക്ഷെ അതിന് കുരുതി കൊടുക്കാതിരിക്കാനല്ലേ ഞാൻ ഉൾപ്പെടെ എല്ലാവരും നമ്മളെല്ലാരും നോക്കുന്നത്. എനിക്ക് നിന്നെ മനസ്സിലാകും കേഡൻ. ബട്ട് ട്രസ്റ്റ് മീ, ലൈക്കൻ അവൻ കൂടെയുള്ള കാലം വരെ അതിനൊന്നും സംഭവിക്കില്ല. അവന്റെ ജീവനല്ലേ അത്. എന്ത് വന്നാൽ അവൻ നോക്കിക്കോളും. എന്താണ് ഇവരൊക്കെ ഇങ്ങനെ നോക്കുന്നത്? ആകൊരു പന്തികേട്. നിന്റെ ലുക്ക് കണ്ടിട്ടാ, വേറൊന്നുമല്ല. മുടിഞ്ഞ ഗ്ലാമർ അല്ലേ? കുന്തം, ഇതൊരുമാതിരി ഭക്ഷണം കണ്ട് വെള്ളരത്തിരിക്കണ കുറുക്കന്മാരെ കൂട്ടുണ്ട്. ഞാൻ അപ്പോഴേ പറഞ്ഞത് നിന്നോട് ഇത്രയും മേക്കപ്പ് വേണ്ടെന്ന്. ഇനിയിപ്പോ എന്റെ നെഞ്ചത്തോടിട്. നീ വേഗം നടന്നേ, ചെന്നിട്ട് ഒത്തിരി പണിയുള്ളതാ. സോ യു ആർ മിസ്റ്റർ എരിക് സാമുവൽ, പുതിയ ഹിസ്റ്ററി പ്രൊഫസർ അല്ലേ? അതെ സർ. മിസ്റ്റർ ഫെലിക്സിന്റെ ഒറ്റ റെക്കമെൻഡേഷനില്ല ഇയാളെ ഞാനിവിടെ അപ്പോയിന്റ് ആക്കിയിട്ടുള്ളത്. ഐ ഹോപ്പ് ദി ബെസ്റ്റ് ഫ്രം യു. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സർ. ദെൻ ഓക്കെ ഫെലിക്സ്, ഇയാൾക്ക് ക്ലാസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്ക്. ഓക്കെ സർ. മേ ഐ കം ഇൻ? Yes, come in. എന്നാ ശരി സർ, ഞങ്ങൾ അങ്ങോട്ട്. ഓക്കെ ഫെലിക്സ്, നീങ്ങ വന്നേ. എടാ, അത് ആ കുട്ടി. നീ പറയാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ബട്ട് അത് നീ ഉദ്ദേശിക്കുന്ന ആളല്ല. അവൾ ഇവിടെ ചേരാൻ നേരം എനിക്കുണ്ടായിരുന്നു ഈ ഡൗട്ട്. ഞാൻ അന്വേഷിച്ചതാ. അത് നമ്മൾ അന്വേഷിക്കുന്ന ആളല്ലേ വിക്. നീ വാ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നമുക്ക് സമയം കളയാനില്ല. ഇവിടെ വന്നതിന്റെ ഉദ്ദേശം എന്താ, അത് മാത്രം നോക്കിയാൽ മതി. എനിക്കറിയാം ഫെലിക്സ്. ഡെറിക്, എന്താ കാണുന്നത് പറഞ്ഞത്?
ഞാൻ നിന്നെ ഏൽപ്പിച്ച കാര്യം എന്തായി? കാനിക്സ് ഇപ്പൊ എവിടെയാന്ന് വല്ല അറിഞ്ഞോ? ഹാ, അറിഞ്ഞു. പക്ഷേ കാനിക്സിന്റെ ലൊക്കേഷൻ നോക്കി നമുക്കൊരിക്കലും എസ്ഐക്കലിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. കാരണം കാനിക്സ് നിൽക്കുന്നിടത്ത് എസ്ഐക്കലിനെ ബന്ധപ്പെടുത്തിയുള്ള ഒരു കാര്യം പോലും ഇല്ല ഡെറിക്. ഡെറിക്, ലോയിസ്, എന്ത് ചെയ്തിട്ടാണേലും കുഴപ്പമില്ല, പക്ഷെ എസ്ഐക്കൽ അവൻ എനിക്കെന്റെ മുന്നിൽ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നീ ബാക്കി ഉണ്ടാകില്ല. എന്നാ നീ ഇപ്പോഴും ഇന്ന് കണ്ട ആ കൊച്ചിനെ പറ്റി തന്നെയാണോ ആലോചിക്കുന്നത്? എനിക്കറിയില്ല ഫെലൻ, പക്ഷെ അവളെ കണ്ടപ്പോ വീണ്ടും വീണ്ടും കാണുമ്പോഴൊക്കെ എന്തോ മൊത്തത്തിൽ എവിടെയൊക്കെയോ അത് എസ്ഐക്കിലല്ലേ എന്നൊരു ഫീല്. മണ്ടത്തിനെ പറയാതെ, അങ്ങനെ വരെ ഒരു ചാൻസും ഇല്ല. എലിസബത്ത് പറഞ്ഞതൊക്കെ നീയും കേട്ടതല്ലേ? നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ? അറിയാം. ഇത്രയും ഞാൻ കാത്തിരുന്നില്ലേ? ഇനിയും കാത്തിരിക്കാനും അന്വേഷിച്ചു പോകാൻ എനിക്കൊരു മടിയില്ല. എന്നാലും ഇതെന്താ ഇങ്ങനെയെന്ന് എനിക്കറിയണം. പപ്പ എന്തു പറഞ്ഞു? വല്ല കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്ന പോലെ തോന്നി. ഹാ, അത് വേറൊന്നല്ല. അവർ ഈ വീക്ക് കഴിഞ്ഞാ ഇങ്ങോട്ട് വരും. അത് പറയാൻ വിളിച്ചതാ. ഇങ്ങോട്ടോ? പിന്നെ നീ എന്താ വിചാരിച്ചേ? നമ്മളിവിടെ തനിച്ചു വിടുന്നോ? പപ്പയുടെ ബിസിനസ് ഒക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയെന്നാ പറഞ്ഞേ. പപ്പേത് ഹാ, എന്താ? നീ ധാരമായി നോക്കിക്കൊണ്ട് നിൽക്കുക? ഹേയ്, ഒന്നുമില്ല. ഹാ, അതെ, ഒന്നുമില്ല. അത് കണ്ടാലും മനസ്സിലാക്കുന്നുണ്ട്. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പൊന്നുമോ നോക്കിക്കഴിഞ്ഞി ഒന്ന് വരൂ. വൈവ് എക്സാംസാ വരാൻ പോണത്. കുറെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ആ, നടക്ക്. சாயங்காலம் சாயும் நேரத்தில் தோழி போல மாறுவேன். சூர்ந்து நீயும் தூங்கும் நேரத்தில் தாய் போல தாங்குவேன். வேறு பூமி வேறு வானம் தேடியே நாம் போகலாம். சேர்த்து வைத்த ஆசையாவும் சேர்ந்து நாம் அங்கு பேசலாம். அகலாமலே அழுகாமலே இந்த நேசத்தை யார் நெய்தது? அறியாமலே புரியாமலே இரு நெஞ்சுக்குள் மழை தூவுது. The endurance of the people in Renaissance period കുറെ നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാം. ഇയാൾക്ക് എന്റെ ക്ലാസ് അത്ര ബോറിംഗ് ആയി തോന്നുവാണെങ്കിൽ മെനക്കെട്ട് ഇവിടെ ഇരിക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഒരുപാട് വേണ്ട ഞാൻ നോക്കി വാൺ ചെയ്താൽ തന്നെ. ഔട്ട്! ജസ്റ്റ് പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം മൈ ക്ലാസ്. ഐ സേ ഗെറ്റ് ഔട്ട്. ഹലോ, ഞാൻ ലിയോടാണ് പുറത്തു പോകാൻ പറഞ്ഞത്, അല്ലാത്ത ഗ്രാഡിയോടല്ല. ഗോ യു സീറ്റ്. തന്നോട് പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? സീറ്റ് ചെന്നിരിക്കാൻ.
സോറി സർ, എനിക്കതിനെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ട്. ഗ്രാഡി വേണ്ട. ഇവളുടെ സ്ഥാനം നിങ്ങൾ കൽപ്പിച്ച ക്ലാസ്സിന് പുറത്താണെങ്കിൽ ഈ ഗ്രാഡിയുടെ പ്ലേസും ക്ലാസ്സിന് വെളിയിൽ തന്നെ. ലിയ എവിടെയാണോ അവിടെയാണ് ഗ്രാഡി. ബിക്കോസ് ഷീസ് മൈ ട്വിൻ. മോറോവർ ഷീസ് മൈ സോൾമേറ്റ്. വാട്ട്? ട്വിൻസോ? എന്താ സാറിന് പറഞ്ഞത് കേട്ടില്ലെന്നുണ്ടോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, ചെവി കൂർപ്പിച്ച് കേട്ടോ. ലിയ ആൻഡ് ഗ്രാഡി രണ്ടല്ല, ഒന്നാ. വാലിയ. പോയ കാര്യം എന്തായി? നീ പറഞ്ഞ പോലെ അന്വേഷിച്ചു. എസേക്കിന്റെ ലൊക്കേഷൻ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പക്ഷേ എസേക്കിലിന് ചുറ്റും ഒരു സ്പിരിറ്റ് ഉണ്ട്. അത് എന്ത് സ്പിരിറ്റ് ആണ്, ആരാണെന്നൊന്നും അറിയില്ല. പക്ഷേ അവന്റെ ശക്തി കൊണ്ട് നമുക്ക് എസേക്കിലിന്റെ അടുത്ത് എത്തിപ്പെടാൻ പറ്റാത്തത്. മതി, ഇത്രയും മതി. ഇനി എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. ലൂയിസ്. ഇപ്പോഴാണോ വരുന്നേ? എത്ര നേരായിരുന്നു ഞാൻ നോക്കിയിരിക്കുന്നേ. എന്താ ലേറ്റ് ആയി പാപ്പേ? വരുന്ന വഴി ബ്ലോക്ക് കിട്ടി. അതാ ലിയ എവിടെ? നിങ്ങളെ കുറെ നേരം നോക്കിയിരുന്നു. ലാസ്റ്റ് കാണാതായപ്പോ അത് കിടന്നുറങ്ങി. ഞാനടുത്ത് മുറിയിലെ കൊണ്ട് കിടത്തിയിട്ടാ ഇവിടെ വന്നിരുന്നത്. പാവന്റെ കൊച്ച്. അതെന്തായാലും നന്നായി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാ 1 വീക്കിന് കാക്കാതെ ഞങ്ങൾ നേരത്തെ ഇങ്ങ് വന്നത്. ലൈക്കൺ. നീ പറഞ്ഞത് ശരിയാണ് ഫാലൻ. ലിയ അവൾ എസേക്കിലല്ല. ഗ്രാഡിയും ലിയും ട്വിൻസാ. ട്വിൻസോ? അതെ, അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം, എലിസബത്തിന്റെ നിർദ്ദേശപ്രകാരം എസേക്കിൽ ഒരിക്കലും ഒരു ട്വിന്നായി ജനിക്കില്ല. നീ അവളെ പറ്റി അന്വേഷിച്ചതല്ലേ? അപ്പോ നീ ഇതൊന്നും അറിഞ്ഞില്ലേ? ഓഫ് കോഴ്സ് ഇല്ല. ലിയ നോർമൽ ഹ്യൂമൻ ആണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ പിന്നെ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ നിന്നിട്ടില്ല. Okay, students, just write that part, okay? ഏത് ലോകത്താ? എന്താലോചിച്ചിരിക്കുക? അത് സർ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഉണ്ട്, അത് ഞാൻ കണ്ടുകൊണ്ടല്ലേ വന്ന് ചോദിച്ചത്. ലിയ, ആർ യു ഓക്കെ? യെസ് സർ. എന്നാ തനിക്ക് കൊള്ളാം. ഇതെന്താ പതിവില്ലാതെ ആകെ സൈലന്റ് ആയിരിക്കുന്നേ? ക്ലാസ് ടൈം മുതലേ നിന്നെ ഞാൻ ശ്രദ്ധിക്കാം. എന്തോ ഒന്ന് അലട്ടുന്ന പോലെ. ഹേ, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു. അത് തന്നെ ഞാനും ചോദിച്ചേ, എന്താന്ന്? അല്ലടാ, ഞാൻ എരിക് സാറിനെ പറ്റി ആലോചിച്ചതാ. സാറിനെ പറ്റിയോ? പുള്ളിക്കെന്തോ നമ്മളോട് മാത്രം ഒരു ദേഷ്യമുള്ള പോലെ. പുള്ളിയുടെ നോട്ടവും ചില സമയത്തുള്ള ആ ഹെയർ ഫ്ലിപ്പൊക്കെ കാണുമ്പോ ഞാനതെല്ലാം മുന്നെവിടോ കണ്ടു മറന്ന പോലെ. ഒരു നെഗറ്റീവ് വൈബ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വന്നത്, ബട്ട് മൊത്തത്തിൽ എന്തോ ഒരു ഡാർക്ക് വൈബ്.
നീ എന്തൊന്നും പറയാത്തെ? അല്ല, നിനക്കത് തോന്നുന്നതാവും ലീ. നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് തല പൊകിക്കാതെ എക്സാമിനെ പറ്റി ചിന്തിക്കേ. കോളേജ് മാറിന്ന് വെച്ച് എക്സാംസ് ഒന്നും മാറില്ല, കേട്ടല്ലോ. 2 ദിവസം കൂടെ കഴിഞ്ഞാ വൈവ് അങ്ങ് തുടങ്ങും, അത് ഓർമ്മ വേണം. ഓ, എനിക്ക് ഓർമ്മയ്ക്കുണ്ട്. നീ നേരെ നോക്കി വണ്ടി ഓടിക്കാൻ നോക്ക്. ലീക്ക് എന്തായിരിക്കും പെട്ടെന്ന് അങ്ങനെ തോന്നാൻ? ഇനി പപ്പ പറഞ്ഞ പോലെ ലൈക്കൺ, ലീക്ക് ചുറ്റും ഈ പാപത്തിന്റെ മുൻതൂക്കം കൂടുതലാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോ സംഭവിക്കാം. പപ്പ എന്താ പറഞ്ഞു വരുന്നത്? ലൈക്കൺ, ഇനി വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ ലീക്ക് 25 വയസ്സാകാൻ. ജന്മം കൊണ്ട് അതിന്റെ കുഞ്ഞല്ലെങ്കിലും ലീ എനിക്ക് എന്റെ സ്വന്തം കുഞ്ഞാ, എന്റെ മാത്രം കുഞ്ഞ്. അതെനിക്കറിയാലോ പപ്പേ. ലൈക്കൻ, നീ ലീനെ പൊന്നുപോലെ നോക്കുന്ന ഞങ്ങൾക്കറിയാം. എന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ നീ എന്റെ കുഞ്ഞിന്റെ മേലുള്ള ശ്രദ്ധ കൂട്ടണം. നിന്റെ ലക്ഷ്യം, നിന്റെ കടമ, അത് ലീയുടെ സംരക്ഷണമാണ്. അതൊരിക്കലും നീ മറന്നു പോകരുത്. ലൈക്കൻ, നിന്റെ ജീവനാണ് ലീന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ നീ നമ്മുടെ കുഞ്ഞിനെ നല്ലപോലെ ശ്രദ്ധിക്കണം. ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നതല്ല, പക്ഷേ എന്നിട്ടും അതിന്റെ കൂടെപ്പിറപ്പാണ് പപ്പേ. എന്നെപ്പോലെ ഒരു വേർവൾഫ് വംശത്തിലുള്ളതല്ല, ഒരു മനുഷ്യനായിരുന്നിട്ടും ഞാൻ ലീയുടെ നിഴലായിരുന്നു. എന്റെ മരണം വരെ ഞാൻ അങ്ങനെ തന്നെയായിരിക്കും. ലീക്ക് ചുറ്റും നമ്മൾ ചേർത്ത നുണക്കഥയുടെ കിട്ട് എപ്പോ വേണേലും അഴിഞ്ഞു വീഴാം. നമ്മൾ മനുഷ്യരല്ല എന്നുള്ള കാര്യം എന്തായാലും ലീ ഒരിക്കലും അറിയും. പക്ഷേ എന്തു വന്നാലും എങ്ങനെയായാലും ലീനെ സംരക്ഷിക്കേണ്ടത് എന്റെ ചുമതലയാണ്, എന്റെ കടമയാണ്. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഞാനത് ചെയ്തിരിക്കും. ഇല്ല, എന്തു വന്നാലും ഞാനുള്ളപ്പോ ലീക്ക് ഒന്നും വരാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, നിനക്കിത് ഇപ്പൊ തന്നെ തപ്പിയെടുക്കണമല്ലേ? നാളെ വൈവ് എക്സാമാ. വല്ലതും മനസ്സിലാകണമെങ്കിൽ ദോ ബുക്സ് വല്ലതും റെഫർ ചെയ്യണം. ഓ പിന്നെ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ റെഫറൻസ് കണ്ടുപിടിക്കാൻ തന്നെ വേണം 2-3 മണിക്കൂർ. ഞാനൊന്നില്ല, എനിക്കെങ്ങും വയ്യ. ഹലോ പപ്പേ. അയ്യോ, ഇത് ഇത്ര പൊക്കത്തിലായിരുന്നു. എന്ത് ചെയ്യും? ചാടിയാലും ശരിയാകൂല. ഓക്കെ പപ്പേ, ഞാൻ വിളിക്കാം. താങ്ക് യു. ലിയ, നീ അന്വേഷിച്ച ബുക്ക് കിട്ടിയില്ലേ? വാ പോകാം. നാളെയാണ് വൈവ, അതിന്റെ പ്രിപ്പറേഷൻ. എവിക്, എന്താ, എന്തു പറ്റി? ആകെ വല്ലാതിരിക്കണ്ടല്ലോ. ഞാൻ ഗ്രാഡിനെ പറ്റി ആലോചിച്ച ഫാലൻ. ഹായ്, ശരി. ഇത്ര നാള് ലീവ് ആയിരുന്നു, ഇപ്പൊ ഗ്രാഡിയോ? അല്ല, എന്തപ്പോ അവനെ പറ്റി ആലോചിക്കാൻ? അവനെ കണ്ടിട്ട് എനിക്കൊരു സാധാരണ ആളെ പോലെ തോന്നുന്നില്ല. അവന്റെ കണ്ണിലെന്തോ ഒരു സ്പാർക്കുള്ള പോലെ. നീ എന്താ പറഞ്ഞു വരണേ? അവന്റെ ചുറ്റിനും എന്തോന്നുള്ള പോലെ. അവൻ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് അവന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോഴേ എനിക്ക് മനസ്സിലായി. ഫേലൻ, അവൻ ഹ്യൂമൻ അല്ല. ഗ്രാഡ് ഒരു ഹ്യൂമൻ അല്ല. Are you sure? എനിക്ക് ഉറപ്പാ ഫേലൻ, അവൻ ഒരിക്കലും ഒരു ഹ്യൂമൻ അല്ല. നീ ഒന്ന് കൂളാക്കാദ്യം. അവൻ നമ്മുടെ കൺമുന്നിൽ തന്നെ ഇല്ലേ? എന്തായാലും ഇപ്പൊ നീ വാ.
ഓ, ബൈക്കിന് പണി തരാൻ തോന്നിയ സമയം. ഞാൻ അപ്പോഴേ പറഞ്ഞതാ അത് എടുക്കണ്ടാന്ന്. മര്യാദയ്ക്ക് കാറിൽ തന്നെ വന്നാ മതിയായിരുന്നു. അപ്പൊ അവന്റെ ഒരു വെറൈറ്റി. കിക്കി കിക്കി. ഇനി എത്ര ദൂരം നടക്കണമെന്നറിയോ? വഴിയിലാണെങ്കിൽ ഒരു വണ്ടി പോലും ഇല്ല. പപ്പയും അമ്മ ഇപ്പൊ വിഷമിക്കുന്നുണ്ടാകും. നീയൊന്ന് അവരെ വിളിച്ച് സംസാരിക്കേ. എന്താ ഗ്രാഡി? ലിയാം, നോക്കി നിൽക്കാതെ ഇവിടെ നിന്ന് ഓടിപ്പോ. ഗ്രാഡി, എന്താ പറയുന്നത്? കേട്ടില്ലയാം. നിന്റെ മനസ്സിൽ ഇപ്പൊ ഒരുപാട് ചോദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പൊ നിനക്ക് അതിന് ഉത്തരം തരാനുള്ള ടൈം എനിക്കില്ല. പിന്നോട്ട് തിരിഞ്ഞു നോക്കാതെ ഓടാൻ നോക്ക്. ആ ലിയാം, ഓടിപ്പോ. ഓടിപ്പോകാനാ പറഞ്ഞത്. ഇതെന്താ പതിവില്ലാതെ ഫേലൻ അവനെന്ത് ഇത്ര ലേറ്റ് ആകുന്നത്? പൊതിഞ്ഞു മൂടിക്കൊണ്ട് നടന്ന ഞങ്ങൾ അറിയില്ലെന്ന് കരുതിയോ? നീ എന്ത് കരുതി? ഞങ്ങൾ ഒരിക്കലും എസ്ഐക്കലിന്റെ അടുത്ത് എത്തില്ലെന്നോ? ഇനി നീ എവിടുന്ന് രക്ഷപ്പെടില്ല. പിറന്നാളായിട്ട് അന്ന് തന്നെ മരിച്ചു വീഴാനാ നിന്റെ എസ്ഐക്കലിന്റെ ഭീതി. നിന്റെ ആത്മവിശ്വാസം നന്നായിട്ടുണ്ട്. പക്ഷേ അതിനായിസിലോട് മോനെ. ഇത്ര നാളും എന്റെ ശക്തി ഉപയോഗിച്ച് ഞാൻ തന്നെ എന്റെ ഫെറമോൺസ് മറച്ചു വെച്ചത്. അതേ ഞാൻ തന്നെ അത് തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിന്നെ എന്റെ അടുത്തെത്തിക്കാൻ വേണ്ടി മാത്രാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് നീ എന്റെ അടുത്തെത്തുന്ന് ഞാൻ കരുതിയില്ല. ഒന്നും മനസ്സിലായില്ല അല്ലേ? എന്റെ ജീവനാണത്. എസേക്കലിന് വേണ്ടിയുള്ള നിന്റെ നീക്കം നിഴലായിട്ട് കൂടെ നടക്കുന്ന ഞാനറിയില്ല നീ കരുതിയോ? ഇവിടെ നിന്ന് തീരാൻ പോകുന്നത് നീയാ, നീ മാത്രം. ഞാനൊരു സാധാരണ ഉൾഫാണെന്ന് കരുതിയിട്ടാകും എന്റെ മുന്നിൽ നീ ഇത്രയും ധൈര്യത്തോടെ വന്ന് നിൽക്കുന്നത്. നിന്റെ പുറകിൽ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഞാനൊരു കാര്യം നിനക്ക് ഓർമ്മിപ്പിച്ചു തരാം. ഇന്ന് എസേക്കലിന്റെ 25-ാം പിറന്നാളാ. നിന്റെ നേതാവിന്റെ അന്ത്യ ദിനം. നിനക്ക് പറ്റുമെങ്കിൽ നീ എന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടും. ലൈക്കൺ, ഞാൻ എന്നെ എവിടെ ഒന്ന് പോകാ? ഫേലൻ അവന് ഇത്ര നേരമായിട്ടും വരാത്തെ? ഈശ്വര, ഇങ്ങേരോ? ലിയ, താനോ? താനെന്തിവിടെ? അതിപ്പോ? അത് സർ, എന്താ ലിയ? ഞാനൊന്ന് അകത്തോട്ട് വന്നോട്ടെ? ആ, കയറി വാ. ലിയ, ആർ യു ഓക്കേ? യെസ് സർ, ഞാൻ ഓക്കെയാണ്. ഗ്രാഡിയുടെ എക്സാം കഴിയില്ല. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോന്നപ്പോ വഴി തെറ്റിയപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ആ ഫോൺ എടുക്ക്. ഓക്കെ സർ. ഹലോ ഗ്രാഡി. ഇല്ല, ഞാനിവിടെ എവിക് സാറിന്റെ വീട്ടിലാ. ഓക്കെ. ആരാ? ഗ്രാഡിയാണോ? ആ സർ, ഒരു 30 മിനിറ്റ് ഗ്രാഡി വരാന്ന് പറഞ്ഞു. അതുവരെ ഞാനിവിടെ നിൽക്കാൻ പറഞ്ഞു.
ഓക്കെ. സർ, ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കാം നിന്റെ മുഖത്തൊരു ടെൻഷൻ. സത്യം പറ, നീ എങ്ങനെ ഇവിടെ എത്തിയത്? ആരാ നിന്റെ പുറകെ വരുന്നത്? എന്റെ പുറകെ ആര് വരാ? ലിയ, നീ ഇപ്പൊ സത്യം പറഞ്ഞാൽ മാത്രമേ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റൂ. അതുകൊണ്ട് സത്യം പറ. നിനക്ക് ചുറ്റുള്ള ഒന്നും നോർമൽ അല്ലെന്ന് എനിക്കറിയാൻ ലിയ. അതുകൊണ്ട് സത്യം പറ. ഞാൻ പറയാം. സാറ് പറഞ്ഞത് ശരിയാ. എനിക്ക് ചുറ്റുള്ള ഒന്നും നോർമൽ അല്ല, കൂടെയുള്ള ആളുകൾ പോലും. സാറിനോട് ഇതൊക്കെ പറയുമ്പോൾ സാറ് വിശ്വസിക്കോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്തോ സാറിനോട് ഇപ്പം എല്ലാം തുറന്നു പറയാൻ തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും അറിയില്ല എൻ്റെ പുറകെ വരുന്നവരാരാണ്, എന്നെക്കൊണ്ട് അവർക്ക് എന്താ വേണ്ടതെന്നൊന്നും. പക്ഷേ ഒന്നു മാത്രം എനിക്കറിയാം, എൻ്റെ കൂടെയുള്ള ആരും മനുഷ്യരല്ല, ഇവൻ ഗ്രാഡി പോലും. ഹീസ് എ വെയർവുൾഫ്. വേൾഫോ? അതെ, അവ മാത്രല്ല, എൻ്റെ പപ്പയും മമ്മിയും അവരാരും മനുഷ്യരല്ല. എനിക്കിതൊന്നും അറിയില്ലെന്നാ അവരുടെ വിചാരം. ബട്ട് പല സാഹചര്യത്തിലും അവരെന്താന്ന് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒന്നു മാത്രം എനിക്കറിയാം, എന്നെ സംരക്ഷിക്കലാണ് അവരുടെ കടമ. പക്ഷേ അതാർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എനിക്കറിയില്ല. എൻ്റെ ഐഡന്റിറ്റി പോലും മറച്ചു വെച്ച ഞാൻ ജീവിക്കുന്നത് പോലും. വാട്ട്? എന്താ പറയുമ്പോ എൻ്റെ ജീവിതം പോലൊരു കടങ്കഥ പോലൊക്കെ തോന്നാം. ഈ മറച്ചു പിടിക്കേണ്ട കാരണം പോലും അവരെനിക്ക് 10 വയസ്സുള്ളപ്പോൾ പറഞ്ഞു തന്നതാ. ഒരു കെട്ടുകഥ. ഞാൻ ബയോളജിക്കലി അവരുടെ കൊച്ചല്ല. എൻ്റെ പേരിലുള്ള കണക്കില്ലാത്ത സ്വത്തുവകകൾക്ക് വേണ്ടി പരക്കം പായുന്ന എൻ്റെ യഥാർത്ഥ വീട്ടുകാരിൽ നിന്നും ഒളിപ്പിക്കാൻ വേണ്ടിയിട്ടാ എന്നെ ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നതെന്നാ അവർ എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. എനിക്ക് 25 വയസ്സാകുന്ന വരെ മാത്രം മതി ഈ നാടകം അവരെന്നോട് പറഞ്ഞത്. എന്താ ഇപ്പോ ആ വേഷം അഴിച്ചു വെക്കാറായി. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ലിയ. പറയുന്നേക്കാൾ നല്ലത് ചെയ്ത് കാണിക്കത്തല്ലേ. വെയിറ്റ്. ഞാൻ ലിയ അല്ല, ലിയാം അഗസ്റ്റിൻ. ഞാനൊരു പെണ്ണല്ല, ആണാ.